നമസ്കാരം. സതീഷ് ശങ്കർ താലി കെട്ടിയ 19 വയസ്സ് മുതൽ 30 വയസ്സുവരെ അതുല്യ ജീവിച്ചിരുന്നത് ഭർത്താവിന്റെ ഒട്ടേറെ ക്രൂരതകൾ സഹിച്ചെന്ന് ബന്ധുക്കൾ. സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ ബന്ധുക്കൾക്കെല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും അവന്റെ കൂടെ തുടർന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സതീഷ് താലി കെട്ടാൻ എത്തിയതുപോലും മദ്യപിച്ച് ലക്കുകെട്ടായിരുന്നുവെന്ന് അതുല്യയുടെ അച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതും ഞെട്ടിക്കുന്നതാണ്. വരനും സുഹൃത്തുക്കളും ബാറിൽ കയറി മദ്യപിച്ച ശേഷമാണ് കല്യാണത്തിനെത്തിയതെന്നാണ് അതുല്യയുടെ അച്ഛനും പറഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴേ സതീഷിന്റെ സ്വഭാവം വ്യക്തമായിരുന്നു. കല്യാണം നടത്തിയില്ലെങ്കിൽ മരിക്കുമെന്ന് സതീഷിന്റെ അമ്മ പറഞ്ഞു. അതുല്യയുടെ വീട്ടിലെ കിണറ്റിൽ ചാടുമെന്നാണ് അവർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്നും അതുകൊണ്ടാണ് കല്യാണം നടത്തിയതെന്നും അച്ഛൻ പറയുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച് സതീഷ് ശങ്കറിന്റെ അമ്മ രംഗത്ത് വന്നു. എന്റെ മോനെന്താ വേറെ പെണ്ണിനെ കിട്ടില്ലേ? നല്ല സാമ്പത്തികവും വിദ്യാഭ്യാസവുമുണ്ട് അവന്. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സതീഷിന്റെ അമ്മ പറഞ്ഞു, കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നു പറഞ്ഞത് നുണയാണ്. അതുല്യയുടെ മാതാപിതാക്കൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സതീഷിന്റെ അമ്മ പറഞ്ഞു. സതീഷിൽ നിന്ന് നിരന്തര ഉപദ്രവവും കൊടിയ പീഡനങ്ങളുമാണ് അതുല്യ അനുഭവിച്ചതെന്നാണ് സുഹൃത്ത് വെളിപ്പെടുത്തിയത്. സതീഷ് അതുല്യയെ കൊണ്ട് മൂത്രം വരെ കുടിപ്പിച്ചെന്നും അടിവസ്ത്രമൂരി മുഖത്തേക്കെറിഞ്ഞെന്നും സുഹൃത്ത് ആരോപിക്കുന്നു. ഒരു അടിമയെപ്പോലെയാണ് അവൻ ഭാര്യയെ കണ്ടതെന്നും സുഹൃത്ത് പറയുന്നു. ജോലിക്ക് പോകുമ്പോൾ 3 നേരത്തെ ഭക്ഷണവും തയ്യാറാക്കി കൊടുക്കും. അവന്റെ ഷൂലേസ് വരെ കെട്ടിക്കൊടുക്കണം. ഉപയോഗിച്ച കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ് അത് തറയിലിട്ട ശേഷം അവളുടെ മുഖത്ത് വെച്ച് തുടച്ച സംഭവമുണ്ടായി. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഇത് കൊലപാതകമാണെന്നും ഉറപ്പിച്ചു പറയുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. ഷൂലേസ് വരെ അവൾ കെട്ടിക്കൊടുത്താലേ അവൻ പുറത്തിറങ്ങുകയുള്ളൂ. കഴിഞ്ഞ തവണ അവൾ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് കർച്ചീഫ് കഴുകിയില്ലെന്ന് പറഞ്ഞ് പൊതിരെ തല്ലി. എന്നിട്ട് കർച്ചീഫ് കൊണ്ട് അടുക്കളയും കുളിമുറിയും തുടച്ചിട്ട് അവളുടെ മുഖത്തേക്കിട്ടു. ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞായിരുന്നു ഈ ഉപദ്രവം. ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നിരന്തരം ഉപദ്രവിച്ചു. നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഇത് കൊലപാതകമാണെന്നും ഉറപ്പിച്ചു പറയുകയാണ് ബന്ധുക്കൾ. അതേസമയം കൊല്ലം സ്വദേശി അതുല്യ ഷാർജയിൽ ജീവനൊടുക്കിയ സംഭവം അന്വേഷിക്കാൻ 8-അംഗ സംഘത്തെ നിയോഗിച്ചു. ചവറ തെക്കും ഭാഗം SHOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് കരുനാഗപ്പള്ളി ASP മേൽനോട്ടം വഹിക്കും. സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച ഫോൺ കണ്ടെടുക്കണമെന്നും സതീഷിനെ നാട്ടിലെത്തിക്കാൻ നടപടി ആരംഭിച്ചുവെന്നും പോലീസ് അറിയിച്ചു. ആവശ്യമെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്യും. എന്തായാലും താൻ കാരണമല്ല ആത്മഹത്യ ചെയ്തത് എന്നാണ് സതീഷ് ഇന്നലെ പറഞ്ഞത്. അതേസമയം സതീഷിന്റെ ഈ ഒരു കേസിനു പിന്നാലെ കമ്പനി അധികൃതർ സതീഷിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തനിക്ക് 2.5 ലക്ഷത്തോളം രൂപ ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ സതീഷ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. തന്റെ ഭാര്യയെ താൻ ഒരിക്കലും ആക്രമിച്ചിട്ടില്ലെന്നും മദ്യപിച്ച് വഴക്കിട്ടിട്ടില്ലെന്നും വല്ലപ്പോഴും മാത്രമേ മദ്യപിക്കാറുള്ളൂവെന്നും സതീഷ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് സതീഷിന്റെ ക്രൂരമായ വീഡിയോ ഒക്കെ പുറത്തു വന്നത്.